ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ദന്താരോഗ്യത്തിന് വേണ്ടി നാം ചെയ്യേണ്ട കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ദന്താരോഗ്യം? എല്ലാ അവയവവും പോലെ തന്നെ പ്രധാനമാണ് വായയുടെ ആരോഗ്യവും. വായ ശുചിത്വമാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ബോഡി തന്നെ ഹെൽത്തി ആണെന്ന് പറയാം. അതിനാൽ തന്നെ വായ ശുചിത്വമാക്കി വെക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിനാൽ നാം പാലിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദിവസേന 2 നേരം ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രി ഭക്ഷണത്തിന് ശേഷവും. എങ്ങനെ നമുക്ക് ബ്രഷ് ചെയ്യാം? ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ടൂത്ത് ബ്രഷസ് വേണം ഉപയോഗിക്കാൻ. ഹാർഡ് ബ്രഷസ് ഉപയോഗിച്ചാൽ പല്ല് പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് സോഫ്റ്റ് ബ്രഷസ് ഉപയോഗിക്കേണ്ടത്. ദിവസേന 2 നേരം 2 മിനിറ്റ് പൂർണ്ണമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇക്കാലത്ത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ് അവൈലബിൾ ആണ്. അതിന് പ്രത്യേക ടൈമറുണ്ട്, 2 മിനിറ്റിൻ്റെ ടൈമറുണ്ട്. അതിനാൽ അത് കുറച്ചുകൂടി ഉപയോഗമുള്ളതാണ്. 2 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ അത് കൂടുതൽ സഹായകമാകും. അടുത്തത് ഫ്ലോസിംഗ് ആണ്. എന്താണ് ഫ്ലോസിംഗ്? നമ്മുടെ പല്ലുകളുടെ ഇടയിലുള്ള ആഹാര പദാർത്ഥങ്ങളെ നീക്കം ചെയ്യാനാണ് ഫ്ലോസിംഗ് ചെയ്യുന്നത്. ദിവസേന 1 നേരം ചെയ്യുക. അതൊരു നൂൽ പോലത്തതാണ്. അത് വെച്ച് ടു ആൻഡ് ഫ്രോ മോഷൻ, അതായത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ടുള്ള ഒരു മോഷനിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള ആഹാര സാധനങ്ങളെല്ലാം പോയിട്ട് നമ്മുടെ വായ ശുചിത്വമാക്കി വെക്കാനത് സഹായിക്കും. നമ്മുടെ പല്ലുകളുടെ ഇടയിൽ ആഹാര പദാർത്ഥങ്ങൾ ഇരിക്കുമ്പോഴാണ് കൂടുതൽ കേടുകൾ വരുന്നത്. അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് ഫ്ലോസിംഗ് വളരെയേറെ സഹായകമാകും. അതിനാൽ ദിവസേന 1 നേരം ഫ്ലോസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി ആൻറ്റി ബാക്ടീരിയൽ മൗത്ത് വാഷസ്. അത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള മൗത്ത് വാഷസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വായുനാറ്റം, അതുപോലെ തന്നെ നമ്മുടെ വായിലുള്ള ബാക്ടീരിയകൾ, ഇതെല്ലാം മാറ്റാനായിട്ട് മൗത്ത് വാഷസ് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇതൊരു ഡെൻറ്റിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ ഒരു 2 ആഴ്ച വരെ ഇത് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പല്ലുകൾക്ക് സ്റ്റെയിൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ ചെയ്യുന്നത് ഒഴിവാക്കുക. അടുത്തതായി ധാരാളമായി വെള്ളം കുടിക്കുക. ഒരു അഡൾട്ട് പേഴ്സൺ 3 ലിറ്റർ വെള്ളം വരെ കുടിക്കേണ്ടതാണ്. അത് നമ്മൾ കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ദന്താരോഗ്യത്തിന് വളരെയേറെ സഹായകമാകും. ഇനിയുള്ളത് ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ പല്ലിനും എല്ലിനും ആരോഗ്യകരമായി നിൽക്കാനുള്ള ഫുഡ്, അതായത് കാൽഷ്യം, വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതുകാരണം കണ്ണിനും പല്ലിനും എല്ലിനുമൊക്കെ നല്ല ആരോഗ്യമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി മൗത്ത് ഗാർഡ്സ് ആണ്. കളിക്കാൻ പോകുമ്പോഴോ കുട്ടികൾക്ക് വീണിട്ട് പല്ല് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ മൗത്ത് ഗാർഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ പല്ല് കടിക്കുന്ന സ്വഭാവമുള്ളവർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പല്ലുകൾ പിന്നെ കൂടുതൽ കടിക്കാതെ പല്ലുകളുടെ കൂടുതൽ തേഞ്ഞു പോകാതെ സംരക്ഷിക്കാനത് സഹായിക്കും. ഇനി അവോയ്ഡ് ടുബാക്കോ പ്രോഡക്ട്സ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് മോണരോഗം, ഓറൽ ക്യാൻസർ പോലുള്ള ദന്തരോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം. അടുത്തതായി റൂട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ് അവസാനമായുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഇതൊക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ പല്ല് കേടിൻ്റെ ഒരു തുടങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് അറിയത്തില്ല. ചിലപ്പോൾ പല്ല് വേദന വന്നിട്ടൊക്കെ ആയിരിക്കാം ഡെൻറ്റിസ്റ്റിനെ കാണാൻ ചെല്ലുന്നത്.
അപ്പോഴേക്കും ചിലപ്പോൾ അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അതായത് വേര് ചികിത്സ അല്ലെങ്കിൽ പല്ലെടുക്കുന്ന സ്റ്റേജ് എന്നുള്ള സ്റ്റേജിലോട്ടൊക്കെ പോവാം. അതിനാൽ തന്നെ ഓരോ 6 മാസം കൂടുമ്പോഴും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രമേഹ രോഗികളൊക്കെ പെട്ടെന്നാണ് അവരുടെ മോണരോഗം കാരണം മൂർച്ഛിച്ച് പല്ല് പോകുന്ന അവസ്ഥ വരെ വരാറുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് 6 മാസം കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പേരും 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണ ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇടയ്ക്ക് പല്ല് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ വായിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും, കാൽക്കുലസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമുക്ക് സാധാരണ ബ്രഷ് ചെയ്യുമ്പോൾ മാറത്തില്ല. അത് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി സ്കെയിലിംഗ് എന്ന പ്രൊസീജിയർ വഴി മാത്രമേ അത് നടക്കത്തുള്ളൂ. അതിനാൽ തന്നെ 6 മാസം കൂടുമ്പോൾ എല്ലാ പേരും ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.